ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് രാജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനാണ്. ശ്രീ എസ് രാജീവ്, വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്ന ഒരു നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്ത് വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്? സാധാരണഗതിയിൽ നമുക്കറിയാലോ, ഇപ്പൊ നിങ്ങളൊരു കേസിൽ പ്രതിയാവുകയാണെങ്കിൽ നിങ്ങളെ കേൾക്കാണ്ടാണ് ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ തെളിവെടുക്കുള്ളൂ, നിങ്ങൾ സ്ഥലത്തുണ്ടോ എന്ന് ചോദിക്കുള്ളൂ എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ലല്ലോ. നമുക്ക് പറയാനോട് കേൾക്കാനുള്ള ഒരു അവസരം തരണ്ടേ? ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ നമ്മളൊരു വികസിത രാജ്യം ആവാൻ പോവുകയാണെന്ന് പറയണേ. ഇപ്പോഴും നിങ്ങളൊരു കേസിൽ ഞാനൊരു ചെറിയൊരു FIR, ഒരു 420 FIR ഇട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുമോ പോലീസ് സ്റ്റേഷനിൽ എന്റെ ഭാഗം ഇതാന്ന് പറയാൻ പറ്റണില്ല. അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു അവസരം കിട്ടണ്ടേ? അതാണ് ഈ പുതിയ നിയമസംഹിതയൊക്കെ പരിഷ്കരിച്ചപ്പോൾ പോലും അതിനകത്ത് ഉൾപ്പെടാണ്ട് പോയ കാര്യം. നമുക്ക് ധൈര്യമായിട്ട് ഞാൻ കള്ളക്കേസല്ല, ഇതാണ് എന്റെ കയ്യിൽ ഇന്ന മെറ്റീരിയൽസ് ഒന്നും നോക്കാനുള്ള ധൈര്യമായിട്ട് പറയാനുള്ള ഒരു അവസരം അതാണ് വേണ്ടത്. അതിനാണ് കോടതി പറഞ്ഞത് എന്നെയും കൂടി കേട്ടിട്ട് തീരുമാനിക്കാം. അല്ലാണ്ട് അറസ്റ്റ് ചെയ്തിട്ടല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ. ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കേസ് കൈ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ 10 ദിവസം ഇട്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതിനകത്ത് കേസിലുണ്ടോ ജാമ്യം ഉണ്ടോ എന്ന് നോക്കാം. അതല്ലല്ലോ ശരിയാ. എല്ലാവർക്കും കിട്ടേണ്ട ഒരു നിയമമാണ്, നീതിയാണിത് എല്ലാവർക്കും. അതായത് പക്ഷേ രാജീവ്, സെഷൻസ് കോടതിയിൽ കൃത്യമായി പ്രതിഭാഗത്തിന്റെ കാര്യങ്ങൾ പറയാനുള്ള അവസരം ലഭിച്ചിരുന്നില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഇത് ഹൈക്കോടതിയെ സംബന്ധിച്ച് സെഷൻസ് കോടതിയുടെ മുകളിലുള്ള അപ്പീലല്ല, ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. ഇന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിലാണ് ഒരു കണ്ടൻഷൻസ് റേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റേസ് ചെയ്തിരിക്കുന്ന കേസ് പെൻഡിങ് ആയിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യണത് ശരിയല്ല എന്നാ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ തീരുമാനിച്ചത്. അതായത് ഇത് കേട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി കോടതി ഇന്റർഫിയർ ചെയ്യുന്ന പേടിച്ചിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡെമോക്രസിക്ക് പറ്റിയതല്ല. അതൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ പ്രതിയാവുമ്പോഴേ എന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നിങ്ങൾ പ്രതിയാവുമ്പോൾ നിങ്ങൾക്ക് പോയി പറയാൻ പറ്റൂല പോലീസ് സ്റ്റേഷനിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് എന്റെ ഈ കടലാസിൽ ഈ കാശ് ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ് എന്ന് കാണിക്കാനുള്ള ധൈര്യം കേരളത്തിലെ ഒരു സ്റ്റേഷനിലും നമുക്ക് ലഭിക്കുന്നില്ല സാധാരണക്കാരന്. അതുകൊണ്ടാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിലും മറ്റൊരു മറിച്ചൊക്കെ വന്നത്. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണിക്കാം ഇതാണ് എന്റെ ഇന്ത്യന്റെ കടലാസുകളുണ്ട്. രാഹുലിന്റെ വിഷയത്തിൽ ഇപ്പോ ഒരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞ കോടതി പറഞ്ഞിരിക്കുന്നത്, മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ കേസ് കൂടി എനിക്ക് യാതൊന്നും അറിയില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് പോലും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. ഒരു വിവരം, അതാ ഞാൻ പറഞ്ഞത്, ഒരു വിവരം നമുക്ക് കിട്ടില്ല. നാളെ ചിലപ്പോൾ എന്റെ വീട്ടിൽ വന്ന് രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ എനിക്കൊരു വെൽഫെയർ സ്റ്റേറ്റിൽ സമാധാനമായിട്ട് എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റണം. എനിക്കൊരു ഇന്റിമേഷൻ തന്നെ, ഒരു നോട്ടീസ് തന്നിട്ടില്ല ഒന്നും. എന്നിട്ട് പറയും, വെറുതെ വിളിച്ച് പറയുകയാണ് ഞാൻ അബ്സ്കോണ്ടിങ് ആണ്. ഞാൻ അബ്സ്കോണ്ടിങ് അല്ല. രജിസ്റ്റർ ചെയ്ത പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ കോടതിയുടെ മുമ്പിലുണ്ട്, സെഷൻസ് കോടതിയുടെ മുമ്പിലുണ്ട്, ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ഒരിക്കലും അബ്സ്കോണ്ടിങ് അല്ല, ഒരിക്കലും ഞാൻ അബ്സ്കോണ്ട് ചെയ്തിട്ടില്ല. ഓൾവേസ് ത്രൂ ഔട്ട് ഞാൻ കോടതിയുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ കേസിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്. അറിയില്ല കേട്ടോ, അറിയാത്ത കാര്യത്തിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് വിവരം കിട്ടിയിട്ടില്ല. എനിക്ക് അറിയില്ല. എനിക്ക് അറിയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാം? അറിയില്ല, അതാണ്. ശരി, ഓക്കെ. വളരെ നന്ദി ശ്രീ രാജീവ് പ്രതികരിച്ചതിന്.